ഫ്രാൻസ് ആ 5 വയസ്സുള്ള ശാരദാദേവിയെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഹൈന്ദവർ ഇളകി പുറപ്പെട്ടോ? അത് പറഞ്ഞതിന്റെ പേരിൽ RSSകാർ പ്രകടനം നടത്തിയോ? അത് പറഞ്ഞതിന്റെ പേരിൽ BJPക്കാർ കൊടിയെടുത്തിറങ്ങിയോ? അത് പറഞ്ഞതിന്റെ പേരിൽ ഹിന്ദുത്വം ഇളകി പുറപ്പെട്ടോ? ഒരു സ്വാമി വിമർശനമാരുമായി പത്രസമ്മേളനം നടത്തിയോ? ഒരു ഹിന്ദു പോലും ആക്ഷേപത്തിന്റെ വാക്ക് പറഞ്ഞില്ല. വസ്തുതാപരമായി പറഞ്ഞതിനെ ന്യായമായി അംഗീകരിക്കാൻ ഇന്ത്യൻ ഹൈന്ദവർക്ക് അറിയാമെങ്കിൽ വിവരത്തിന്റെ അണുവളവ് പോലും അറിയാത്ത കൊടി നരച്ചു വെച്ചിട്ടുള്ള ചെങ്കൊടി വാഹകരായ CPMക്കാർക്ക് മാത്രമേ EMSനെ പറഞ്ഞേ എന്ന് പറഞ്ഞുകൊണ്ട് വെപ്രാളം കൊള്ളാൻ കഴിയൂ. ഞങ്ങൾ എല്ലാ CPMകാരെയും കുറ്റം പറയില്ല. പന്നൂരിന് പറിച്ചു നട്ടവരായാലും എവിടെ നിന്ന് കൊണ്ട് കെട്ടിയിറക്കിയവരായാലും അല്പമെങ്കിലും ബുദ്ധി വേണം. AKG സെന്ററിൽ പണയം വെച്ചാൽ നടക്കില്ല. മാന്യമായിരുന്നു കൊണ്ട് നിങ്ങൾ ദേശാഭിമാനിയെങ്കിലും വായിച്ചാൽ ഈ വിവരക്കേട് ഉത്തമമായി സാധിക്കും. അതുകൊണ്ട് മാന്യമായി വിമർശിക്കണം. നിങ്ങൾക്ക് എന്താ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിമർശിച്ച നിലപാടുകളോട് വിയോജിപ്പില്ലാത്തത്? EMSനെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ബഹുമാനപ്പെട്ട നബി സ്വല്ലല്ലാഹു പറഞ്ഞ പോലെ നിങ്ങൾക്ക് ചൊറിഞ്ഞല്ലോ. ഞങ്ങൾ EMSനെ വ്യക്തിഹത്യ നടത്തിയിട്ടില്ല, ബഹുമാനിക്കുന്നവരാണ് ഞങ്ങൾ. EMSനെ ഞങ്ങൾ വിമർശിച്ചിട്ടുണ്ട്. ശരി, വിവാദ കാലഘട്ടത്തിൽ ഇത് വിമർശനമായിരുന്നില്ല, മാന്യമായ ചരിത്രത്തിന്റെ പുനരാവിഷ്കരണം, ചരിത്രത്തിന്റെ പിൻബലത്തിൽ പറഞ്ഞതാണ്. EMSന്റെ മാതാവ് ചെയ്തത്, അല്ലെങ്കിൽ EMSന്റെ മാതാവിന്റെ അച്ഛൻ EMSന്റെ മാതാവിനെ 11ാമത്തെ വയസ്സിൽ വിവാഹം ചെയ്തു കൊടുത്തത് ബാലവിവാഹത്തിന് കൂട്ടുനിന്ന് കൊടുക്കുന്ന പീഡനമാണ് എന്ന ആക്ഷേപമില്ല. അങ്ങനെ പറയാൻ പാടില്ല. ആദരിക്കപ്പെട്ട വിവാഹമാണ് എന്നാണ് ബഹുമാനപ്പെട്ട നബി പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് ആചാര്യന്റെ മഹത്വത്തെ, കമ്മ്യൂണിസ്റ്റ് ആചാര്യന്റെ മാതാവിനെ മഹത്വവൽക്കരിച്ചുകൊണ്ടാണ് പ്രസംഗിച്ചത്. ആരോടാ മഹത്വപ്പെടുത്തിയത്? ഉമ്മഹാത്തുൽ മോമിനീങ്ങളിൽപ്പെട്ട ഉമ്മുൽ മോമിനിയായ പ്രിയപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹയെ പോലെ എന്നാണ് EMSന്റെ മാതാവിനെ ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട നബി വിശേഷിപ്പിച്ചത്. അത് CPMന്റെ ആചാര്യനെ താറടിക്കലോ അദ്ദേഹത്തെ മഹത്വവൽക്കരിക്കലോ എന്ന് CPMൽ വെളിവുള്ളവർ പറയട്ടെ, വിവരമുള്ളവർ പറയട്ടെ. ഏതെങ്കിലും പ്രസംഗിക്കാൻ വേണ്ടി കടന്നു വരുന്ന ആളുകൾ പുലപ്പി വിളിച്ചു പറയുമ്പോഴേക്കും തെറ്റിദ്ധരിക്കാൻ പാടില്ല. വിവരക്കേട് സംഭവിച്ചതാ. വിവരക്കേട് ഒരു തെറ്റായി ഞങ്ങൾ തോന്നുന്നില്ല. പക്ഷേ വിവരക്കേടിന്റെ ചട്ടുകമായി കൊണ്ട് പണ്ഡിതന്മാർക്ക് ഇന്നലെ അസഭ്യം പറയാൻ വന്നാൽ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ തൽക്കാലം സുന്നി പടയണിക്ക് മനസ്സില്ല എന്ന് ഞാൻ സൂചിപ്പിക്കുന്നു.